ഗുഡ് ആഫ്റ്റർനൂൺ. ഹായ്. ഹായ് ബോബി. സത്യത്തിൽ എനിക്ക് മലയാളി മദാമ എന്ന് വിളിക്കാനേ അറിയത്തുള്ളൂ കേട്ടോ, ബിക്കോസ് ഞങ്ങളൊക്കെ കാണുമ്പോൾ മലയാളി മദാമയാണല്ലോ. മലയാളി മദാമ ചാനലിന്റെ പേരാണ്. എൻ്റെ പേര് ജാസ്മിൻ. ഞാനിവിടെ US-ലാണ്. സോ US-ലുള്ള ജാസ്മിനെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ആളുകൾക്ക് മനസ്സിലാവില്ല. ജാസ്മിൻ യൂഷ്വലി വീഡിയോയിൽ വരുമ്പോൾ പറയുന്ന ഒരു ഇൻട്രോ ഉണ്ടല്ലോ, അതൊന്ന് പറയാവോ? ഹായ് വാവേ, ഹലോ. വാവയ്ക്ക് സുഖാണോ? എനിക്ക് സുഖാണ്. ഇതാണ് യൂഷ്വലി എല്ലാ വീഡിയോസിന്റെ സ്റ്റാർട്ടിങ്ങിലുള്ള ഇൻട്രോ. ഇത് കേൾക്കുമ്പോഴേക്കും പേരൻസ് എനിക്ക് മെസ്സേജ് അയച്ച് പറയും, കുഞ്ഞു മക്കള് റൂമിൽ വേറെ എവിടെയാണെങ്കിലും ഭയങ്കര സ്പീഡിൽ ഓടിയൊക്കെ വരും എന്ന് പറഞ്ഞ് എനിക്ക് വീഡിയോസ് ഒക്കെ അയച്ചു തരാറുണ്ട്. അടിപൊളി. സോ ജാസ്മിൻ, ഫസ്റ്റ് ഓഫ് ഓൾ എന്താ പറയാ, ബിഗ് ഹാറ്റ്സ് ഓഫ് ടു യുവർ കൺഗ്രാറ്റുലേഷൻസ്, ബിക്കോസ് US-ൽ ഇരുന്നു കൊണ്ട് ഒരു ബൈലിംഗ്വൽ എഡ്യൂക്കേഷൻ വീഡിയോസ് ലൈക്ക് ഫോർ മലയാളം ആൻഡ് ഇംഗ്ലീഷ് ചെയ്യുക, അത് സോഷ്യൽ മീഡിയയിലൂടെ സ്റ്റാർട്ട് ചെയ്യുക. ഐ തിങ്ക് ഇൻ വെരി ഷോർട്ട് ടൈം എനിക്ക് തോന്നുന്നു എല്ലാവരിലേക്കും അത് എത്തുകയും ചെയ്തു അല്ലേ? ഞാൻ ആക്ച്വലി ഈ ഒരു ചാനൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് എന്റെ മോൾക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ നമ്മളിവിടെ US-ലാണ്. അപ്പോ നാട്ടിൽ നിൽക്കുന്ന പോലെ ഒരു മലയാളം എക്സ്പോഷർ ഇവിടെ വളരുന്ന പിള്ളേർക്കോ അല്ലെങ്കിൽ ഇവിടെയുമല്ല പുറത്ത് കേരളത്തിന് പുറത്ത് എവിടെയാണെങ്കിലും കൊച്ചുങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ മോള് യൂട്യൂബ് ഒക്കെ കണ്ടു തുടങ്ങി കഴിഞ്ഞപ്പോ ആള് സംസാരിക്കുന്ന ഒരു ഏജ് ആയപ്പോ ഇംഗ്ലീഷിൽ മാത്രം സംസാരിക്കാൻ തുടങ്ങി. ഒരു മലയാളി എന്ന നിലയ്ക്കും ഒരു അമ്മ എന്ന നിലയ്ക്കോ എനിക്ക് നിർബന്ധമുണ്ട് എന്റെ മോള് മലയാളം സംസാരിച്ചിരിക്കണമെന്ന്. അപ്പൊ ഞാനിങ്ങനെ മലയാളം ചാനൽസ് ഒക്കെ നോക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോ അങ്ങനെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് അല്ലെങ്കിൽ സേഫ് ആയിട്ടുള്ളൊരു കോണ്ടന്റ് ഒന്നും അങ്ങനെ കണ്ടിരുന്നില്ല. അങ്ങനെയാണ് ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ ഏകദേശം എത്ര വർഷമായി കാണും ജാസ്മിൻ ഈ സ്റ്റാർട്ട് ചെയ്തിട്ട്? ഞാനിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ട് 1.5 വർഷമായി. 1.5 വർഷത്തിനുള്ളിൽ ഇത്രയും ആളുകളുടെ ഇടയിലേക്ക് എത്താൻ പറ്റുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യം തന്നെയാണ്, റൈറ്റ്? ഈ വലിയ കാര്യം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ എന്റെ മോൾക്ക് മലയാളം സംസാരിക്കാൻ പറ്റണം, എന്റെ മോള് മലയാളം മാത്രമല്ല ഇംഗ്ലീഷും എഫേർട്ട്ലെസ്ലി സ്വിച്ച് ചെയ്യാൻ പറ്റണം, 2 ലാംഗ്വേജസിലും ഫ്ലുവന്റ് ആയിരിക്കണം എന്നുള്ളൊരു ഗോൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാൻ ചാനൽ തുടങ്ങിയതിനു ശേഷം ഒരുപാട് പേരൻസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റി. ഈ എല്ലാ പേരൻസും കണക്ട് ചെയ്യണത് ഇതേ ഒരു മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ഇതേ ഒരു ഇന്റൻഷനോട് കൂടി തന്നെയാണ് അവരുടെ മക്കളെയും കാണിച്ചു കൊടുക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ ഒരു സക്സസ് ഞാൻ ശരിക്കും ആ ഒരു പേരൻസിനാണ് ക്രെഡിറ്റ് കൊടുക്കേണ്ടത്. കാരണം അവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ ഇത് വെച്ച് കൊടുത്തില്ലെങ്കിൽ ഒരു പക്ഷെ ഇത്രയും ഓഡിയൻസിലേക്ക് എത്തില്ലായിരുന്നത്. ജാസ്മിൻ US-ൽ എവിടെയാണ്? ഞാനൊരു ടെക്സസിലാണ്. നാട്ടിലെവിടെയാണ്? നാട്ടിലെ ചാലക്കുടി. ചാലക്കുടിക്കാരി ടെക്സസിലെത്തി. ടെക്സസിൽ ഇരുന്നു കൊണ്ടാണ് മലയാളം ഇംഗ്ലീഷും എല്ലാ കുട്ടികൾക്കുമായിട്ട് കുഞ്ഞു കുട്ടികൾക്കായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നത്. സോ ജാസ്മിൻ ആദ്യമേ ഒരു ടീച്ചിങ് ഇതിലേക്ക് ഇൻട്രസ്റ്റഡ് ആയി തന്നെ ഉണ്ടായിരുന്ന ആളാണോ? എനിക്ക് ടീച്ചിങ് പൊതുവെ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഒരിക്കലും ഒരു ടീച്ചർ അല്ല, ബൈ പ്രൊഫഷൻ ഞാൻ ടീച്ചർ അല്ല. പക്ഷെ ഞാൻ ചെയ്യുന്ന എല്ലാ കോണ്ടന്റും ഞാൻ എൻ്റെ മോൾക്ക് ഞാൻ സ്ക്രിപ്റ്റ് ഞാൻ ആളുടെ മുന്നിൽ ക്യാമറയുടെ മുന്നിൽ ചെയ്യുന്നതിന് മുന്നേ ഞാൻ കാണിച്ചു കൊടുക്കും. അപ്പോൾ ആള് റെസ്പോണ്ട് ചെയ്യണില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ ഉടനെ അത് ട്വീറ്റ് ചെയ്ത് ഓക്കെ ഇങ്ങനെ ചെയ്യണം എന്ന രീതിയിൽ ചെയ്യും. ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഇപ്പൊ നമ്മൾ പറയാണ് ഓക്കെ ക്ലൗഡ്സിന്റെ പിന്നിലാണ് സൺ നിൽക്കുന്നത്, അതായത് നമ്മൾ സീസൺസ് പഠിപ്പിക്കുമ്പോൾ ക്ലൗഡ്സിന്റെ പിന്നിലാണ് സൺ നിൽക്കുന്നതെന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു. അപ്പോ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അല്ല മമ്മ ക്ലൗഡ്സിന്റെ പിന്നിൽ സണ്ണ് ഹൈഡിങ് ആണെന്ന് പറഞ്ഞു. ഞാൻ ശരിക്കും കുറച്ച് സർപ്രൈസ് ആയിട്ട് ഓ ശരിയാണല്ലോ അങ്ങനെ പറയുമ്പോഴാണ് പിള്ളേർക്ക് അത് കുറച്ചും കൂടിയും ഇൻട്രസ്റ്റിംഗ് ആവുന്നു എന്ന് എനിക്ക് തോന്നി. അപ്പൊ തന്നെ ഞാനവിടെ സ്ക്രിപ്റ്റ് അവിടെ ചേഞ്ച് ചെയ്തു. അപ്പൊ എനിക്ക് ടീച്ചിങ് ഇഷ്ടമാണെങ്കിലും ഞാനൊരു ടീച്ചർ അല്ല. പക്ഷേ ഞാൻ ചെയ്യുന്ന എല്ലാ കോണ്ടന്റും ടോഡ്ലർ ഫ്രണ്ട്ലി അപ്രൂവ്ഡ് ആണ് എന്ന് എനിക്ക് ഉറപ്പ് തരാൻ പറ്റും. സോ ഈ അപ്രൂവ് ചെയ്യുന്ന ആളുടെ ഏജ് എത്രയാണ്? ഇപ്പൊ ആൾക്ക് 3 വയസ്സായേ ഉള്ളൂ. അപ്പോൾ 3 വയസ്സുകാരുടെ അപ്രൂവലാണ് മലയാളി മദാമ പേജിൽ ഞങ്ങൾ കാണുന്ന എല്ലാ വീഡിയോസും. തീർച്ചയായിട്ടും. കാരണം എൻ്റെ ഒരു ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത് കുഞ്ഞു മക്കളാണ്. അതായത് ഒരു ചാരി ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ടുള്ള പ്രായം തൊട്ട് KG പോകുന്ന വരെയുള്ള കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മൾ എന്താ പറയുക അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അവർക്ക് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളോ അല്ല നമ്മൾ കോണ്ടന്റ് ആയിട്ട് ചെയ്യുന്നത്. അവരുടെ ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ അവരുടെ റെസ്പോൺസും കൂടി കണക്കിലെടുത്തോണ്ടാണ് ചെയ്യണത്. അപ്പോൾ എനിക്കറിയാം എന്റെ മോള് ഇത് കണ്ടിട്ട് അല്ലെങ്കിൽ ഇത് കേട്ടിട്ട് റെസ്പോണ്ട് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഈ ലോകത്ത് എവിടെ ഇരുന്ന് കാണുന്ന കൊച്ചാണെങ്കിലും അത്
അത് റെസ്പോണ്ട് ചെയ്യും എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. അതുകൊണ്ടാണ് ആളുടെ ഒരു അപ്രൂവൽ എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ഈ ഒരു ഫേസിൽ. ആൻഡ് 3 വയസ്സ് അല്ലെങ്കിൽ അതിൽ താഴത്തേക്കും അല്ലെങ്കിൽ അതിന്റെ ഇടയിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങളെയാണ് ടാർഗറ്റ് ചെയ്യുന്നതെങ്കിലും ജാസ്മിന്റെ ഒരൊറ്റ പാട്ട് ഐ തിങ്ക് 30+ 40+ പേരൻസും എല്ലാവരുടെ ഇടയിൽ വൈറലായി. ദാറ്റ് ഈസ് കുക്കറി ചേച്ചി. തീർച്ചയായിട്ടും ആ സോങ് ഞാൻ ചെയ്തത് ഞാൻ പറഞ്ഞില്ല, എന്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് ഞാനത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആൾക്ക് എപ്പോഴും ഈ കുക്കറിന്റെ വിസിലിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു. അതും പെട്ടെന്നല്ലല്ലോ വിസിലിന്റെ സൗണ്ട് വരാം, അതിങ്ങനെ ബിൽഡപ്പ് ചെയ്തിങ്ങനെ അങ്ങനെയാണല്ലോ പോവാ. അപ്പൊ അത് സ്റ്റാർട്ട് ചെയ്യുമ്പോ തന്നെ ആളുടെ മുഖഭാവമൊക്കെ മാറി ആള് പേടിക്കാൻ തുടങ്ങും. അപ്പൊ എനിക്ക് തോന്നി, ഓ ശരിയാണല്ലോ, എല്ലാ പിള്ളേർക്കും പൊതുവെ ഉള്ളൊരു പേടിയാണ് ഈ കുക്കറിന്റെ സൗണ്ട്. ആ സൗണ്ട് ഒരിക്കലും ഒരു പേടിയായിട്ട് തോന്നാതെ ഒരു ഫൺ രീതിയിൽ അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു സോങ് ചെയ്തത്. കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ടാണ് സോങ് ചെയ്തതെങ്കിൽ കൂടി അത് ആക്സെപ്റ്റ് ചെയ്തതും അത് ഏറ്റുപിടിച്ചതും ഈ ഒരു വളരെ യങ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ, അതായത് ടീനേജേഴ്സ് തൊട്ട് യങ് അഡൾട്ട്സ് എന്നുള്ളൊരു പോപ്പുലേഷൻ ആയിരുന്നു. പിന്നെ ഒരുപാട് പേരൻസും എനിക്ക് റീച്ച് ഔട്ട് ചെയ്ത് പറഞ്ഞിരുന്നു മക്കള് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നു ആ സോങ്ങിന്. അതുകൊണ്ട് തന്നെയായിരിക്കാം എനിക്ക് തോന്നി ഓക്കെ കുറച്ചും കൂടിയും ഒരു ഡാൻസ് ഫോമാറ്റിൽ ആ ഒരു സോങ് ചെയ്യാന്ന് വിചാരിച്ചുകൊണ്ട് അതിന്റെ ഒരു റീമിക്സ് വേർഷനും ഇപ്പൊ ഞാൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് കുറെ പേര് എനിക്ക് അതിന്റെ സ്റ്റോറീസ് വായിക്കുന്നുണ്ട് ആ സോങ് വെച്ചിട്ട് ഡാൻസ് ചെയ്യുന്നതിന്റെ. അപ്പൊ അത് ബോബി കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും അതൊന്ന് പോയി കാണണം. ഈ കേൾക്കുന്ന ലിസണേഴ്സും കൂടി അതൊന്ന് കണ്ടാൽ ഇഷ്ടപ്പെടും, ആർക്കാണെങ്കിലും ഇഷ്ടപ്പെടും. വളരെ ഡാൻസ് ആൻഡ് ഫൺ രീതിയിലാണ് ആ ഒരു വീഡിയോ ചെയ്തത്. അല്ല, മലയാളി മദാമ എന്നൊരു പേജിലേക്ക് ഞാൻ എത്തുന്ന ഇസ് ഓൾ ബിക്കോസ് ഓഫ് കുക്കറി ചേച്ചിയ. ബിക്കോസ് ഞാൻ ആരുടെയൊക്കെയോ റിയാക്ഷൻ വീഡിയോസ് ആണ് കാണുന്നത്, കൂടെ ഡാൻസ് കളിക്കുന്ന തലയാട്ടുന്നൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ആരാണ് എന്നന്വേഷിച്ച് ആ പേജിലൂടെ പോവുകയും പിന്നെ അത് പേജ് സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെ കുറേ എഡ്യൂക്കേഷൻ വീഡിയോസ്. അപ്പോഴും ഞാൻ ശരിക്കും കുക്കറി ചേച്ചി തന്നെയാണ് എനിക്ക് തോന്നുന്നു മലയാളി മദാമ എന്ന പേജിലേക്ക് ഞാൻ എത്തി. ഐ തിങ്ക് ഒരുപാട് പേര് കുക്കറി ചേച്ചിയിലൂടെ ആയിരിക്കും മലയാളി മദാമ പേജിലേക്കും എത്താൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു, റൈറ്റ്? തീർച്ചയായിട്ടും ആ ഒരു സോങ് അങ്ങനെ എല്ലാവരും വെയിറ്റ് പിടിച്ച് അതൊരു വൈറൽ എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ആ ഒരു ലെവലിലേക്ക് എത്തിയോണ്ട് കുറെ ഓഡിയൻസ്, കുറെ പേരൻസ് അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് റീച്ച് ഔട്ട് ചെയ്ത് പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു ചാനൽ ഉണ്ടെന്ന് അറിഞ്ഞിരുന്നില്ല എന്ന്. അങ്ങനെ ഒരു സോങ് വഴി കുറേ കൂടിയും പേരൻസിലോട്ടും കുറേ കൂടി കുഞ്ഞുമക്കളിലേക്ക് എത്താൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാ കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ട് ഒരു 2 വരി ഞങ്ങൾക്ക് ജാസ്മിൻ അല്ലെങ്കിൽ മലയാളി മദാമയിൽ നിന്ന് തന്നെ കേൾക്കാൻ ആഗ്രഹമുണ്ട്. അത് ശരി. കുക്കറി ചേച്ചി പാടുന്നു ചീച്ചി ചീച്ചി ചീ, അത് കേട്ടുണ്ണിക്കുട്ടനാടുന്നു ചീച്ചി ചീച്ചി ചീ, ചോറായി കറിയായി അമ്മ വന്ന് വാരിക്കുന്നു കുക്കറി ചേച്ചി പാടുന്നു ചീച്ചി ചീച്ചി ചീ. ഇതിന്റെ ലിറിക്സ്, മ്യൂസിക്, സോങ് എല്ലാം ബൈ മലയാളി മദാമ. തീർച്ചയായിട്ടും അതിന്റെ അകത്തൊരു വിസിലിന്റെ സൗണ്ട് വരുന്നുണ്ട്. ആ സൗണ്ട് ഞാൻ റെക്കോർഡിങ്ങിന് തൊട്ട് മുന്നേ ഞാൻ കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കണം നേരത്തെ എടുത്തിരുന്നായിരുന്നു, അതിനൊപ്പം മാച്ച് ചെയ്തിട്ട് വിസിലിന്റെ സൗണ്ട് വരെ. അടിപൊളി. ശരിക്കും വൈ മലയാളി മദാമ? പേര് തന്നെ ഉണ്ടല്ലോ, മലയാളി എന്ന് പറയുമ്പോൾ മലയാളം പഠിപ്പിക്കാനും മദാമ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് പഠിപ്പിക്കാനും, അങ്ങനെ അതൊരു ബൈലിംഗ്വൽ ചാനൽ ആണ് എന്നുള്ളതിന്റെ ഒരു ക്യാപ്സ്യൂൾ വേർഷൻ ആണ് മലയാളി മദാമ എന്നുള്ളത്. എല്ലാവർക്കും പിള്ളേര് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം എന്നുള്ളൊരു ഇതായിരിക്കും നമ്മുടെ നാട്ടിലൊക്കെ നിൽക്കുമ്പോൾ. പക്ഷെ നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോഴാണ് ശരിക്കും അയ്യോ എന്റെ മക്കൾക്ക് മലയാളം അറിഞ്ഞൂടാ, അല്ലെങ്കിൽ ആ ഒരു റൂട്ട്സും കൾച്ചറും ഒക്കെ അറിഞ്ഞിരിക്കണം എന്നുള്ളൊരു ആഗ്രഹം പേരൻസിന് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചാനലിന്റെ പേര് പോലെ തന്നെ ഇതിൽ വരുന്ന എല്ലാ കോണ്ടന്റും രണ്ട് ലാംഗ്വേജസും പഠിക്കാം, അതേസമയം കൾച്ചറും റൂട്ട്സും ആയിട്ട് ഫെമിലറൈസ് ചെയ്യാൻ എന്നുള്ളൊരു കോൺസെപ്റ്റും കൂടിയാണ്. ആൻഡ് മലയാളി മദാമ ഈ പേജ് ഇപ്പം നാട്ടിൽ നിന്ന് US മാരി ചെയ്ത് വന്നതായിരിക്കണം ജാസ്മിൻ. സോ പെട്ടെന്നൊരു US ഷിഫ്റ്റ് ലൈഫിൽ എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവന്നത് ചാലക്കുടിക്കാർ US ടെക്സസിലേക്ക് എത്തിയപ്പോഴേക്ക്? അങ്ങനെ എനിക്ക് ഷിഫ്റ്റ് എന്ന് പറയാൻ ഞാൻ ദുബായിലായിരുന്നു, ഞാൻ നാട്ടിൽ അങ്ങനെ അധികം നിന്നിട്ടില്ല. അപ്പൊ നമ്മള് ഒന്നാമത് പുറത്തു തന്നെയായിരുന്നു. അപ്പൊ വീണ്ടും കുറച്ചും കൂടിയും എന്താ പറയുക നോർത്ത് അമേരിക്കൻ സൈഡിലേക്ക് പോകുമ്പോൾ ഉള്ളൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മളുടെ ഈ ഗൾഫ് കൺട്രീസ്, ബഹ്റൈൻ, ദുബായ്, ഖത്തർ ഇങ്ങനെയുള്ള കൺട്രീസിലുള്ള അത്രയും മലയാളീസ് എനിക്ക് ഇവിടെ ഉള്ളതായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോ നമ്മൾക്കാണെങ്കിൽ കൂടിയും ആ ഒരു മലയാളം എക്സ്പോഷർ വളരെ കുറവാണ്. അതാണ് എനിക്ക് മെയിൻ ആയിട്ട് തോന്നിയൊരു ഇത്. അതല്ലാതെ ഇവിടുത്തെ വർക്ക് കൾച്ചർ ആണെങ്കിലും കുറച്ചും കൂടി ഡിഫറെന്റ് ആണ്. ആൻഡ് അതിൽ ഏറ്റവും വലിയ ഇപ്പം എന്റെ സെഗ്മെന്റിന്റെ പേര് തന്നെ മിടുക്കിന്നാണ്. ആക്ച്വലി എനിക്ക് ജാസ്മിനോട് തോന്നിയൊരു ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ, ഇഫ് ഐ എം നോട്ട് റോങ്, മാമാഅർത്ത് എന്നുള്ളൊരു പ്രോഡക്റ്റ് ഉണ്ടായത് ആ അമ്മ ആ കുഞ്ഞിന് വേണ്ടിയിട്ട് കെമിക്കൽസ് ഇല്ലാത്ത പ്രോഡക്ട്സ് വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സോ സിമിലർലി ജാസ്മിന്റെ കുഞ്ഞിന് മലയാളം പഠിക്കണം, അല്ലെങ്കിൽ കുഞ്ഞിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടിയിട്ട് ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് US പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നിൽക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, യു വിൽ നോട്ട് ഗെറ്റ് എ ലോട്ട് ഓഫ് ഹെൽപ്പ് ഇല്ലേ. എല്ലാം ജാസ്മിൻ തന്നെയായിരിക്കും ചിലപ്പോൾ വീട് റൺ ചെയ്യുന്നത്, കുട്ടികളെ നോക്കുന്നത്. ആൻഡ് ഇഫ് യു ആർ വർക്കിംഗ്, ഇതല്ലാതെ വേറെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അതും, പ്ലസ് ഇത് ഷൂട്ട്, റെക്കോർഡിങ്, നോട്ട് ഈസി തിങ്. ഇതെല്ലാം ജഗിൾ ചെയ്തായിരിക്കും എന്താണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്, റൈറ്റ്? അതെ അതെ അതെ. ഇപ്പോ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഈ ചാനലിലെ എല്ലാ കാര്യങ്ങളും അപ്രൂവ് ചെയ്യുന്നത് എന്റെ മോളാണ്. ആൻഡ് ആള് ഈ ഒരു കോണ്ടന്റ് ഔട്ട്ഗ്രോ ചെയ്യണ ഒരു ഫേസും കൂടി അടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് രണ്ടാമതൊരാളുണ്ട്, ആൾക്ക് ആകെ 5 മാസമായിട്ടുള്ളൂ. അപ്പൊ വീണ്ടും കുറേയും കൂടി ബേബി കോണ്ടന്റും കാര്യങ്ങളൊക്കെ ആള് വഴി അങ്ങനെ വരും. പക്ഷേ ഈ 2 പിള്ളേരെ മാനേജ് ചെയ്യണ, ഇതും മാനേജ് ചെയ്യണ, ഹെൽപ്പ് ഇല്ലെങ്കിലും എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും കേപ്പബിൾ ആണ്. ഒരിക്കലും നമ്മൾ സമയമില്ല എന്ന് പറഞ്ഞിട്ടിരിക്കരുത്. ഇങ്ങനൊരു ഐഡിയ ആയിട്ട് തന്നെ എനിക്ക് തോന്നുന്നു എന്റെ മോൾക്ക് ഒരു 6 മാസം ഉള്ളപ്പോൾ തൊട്ട് ഞാൻ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് വെച്ച് ഇങ്ങനെ ടോയ് ചെയ്തോണ്ടിരിക്കുകയാണ്. ചെയ്യണോ വേണ്ടിയോ, സമയം ഉണ്ടാവോ എന്നൊക്കെ വിചാരിച്ചോണ്ടിരിക്കുന്നത്. പക്ഷെ എല്ലാം ആ ഒരു ഫ്ലോയില് നടക്കും. ഇങ്ങനെ ഒരു ഐഡിയ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഐഡിയാസ് ആൾക്കാർക്ക് ഉണ്ടായിട്ട് ഇങ്ങനെ സമയം ഇല്ലാത്ത ഒരു പ്രശ്നമായിരിക്കും എന്ന് ഒരിക്കലും വിചാരിക്കരുത് എന്നതാണ് എനിക്ക് പറയാനുള്ളത്. Just go with it and you will get there. പല അമ്മമാരും ഈ പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങളായി കഴിയുമ്പോൾ, ഇപ്പം ജാസ്മിൻ എനിക്ക് അറിഞ്ഞുകൂടാ അവിടെ കുഞ്ഞുങ്ങളെ നോക്കാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടോന്ന്. ചിലപ്പം ഒറ്റയ്ക്കായിരിക്കണം ഇത് നമ്മൾ നോക്കേണ്ടത്. ഓഫ് കോഴ്സ് ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ ഹസ്ബൻഡിന്റെ കാര്യങ്ങൾ നോക്കണം. ആൻഡ് യു ഓൺ എ ചാനൽ ഓൾസോ, സോ യു നീഡ് ടു പ്രിപ്പയർ ഫോർ യുവർ കണ്ടന്റ്, ഷൂട്ട്, റെക്കോർഡിംഗ്, എഡിറ്റിംഗ്. ഇത് കൃത്യമായ ആളുകൾക്ക് ഫീഡ്ബാക്സിന് റിപ്ലൈ ഒക്കെ കൊടുക്കണം. എന്നെ കൊണ്ട് കഴിയുമോ എന്ന് ചിന്തിക്കുന്ന പല ആളുകളും ഉണ്ടാവും ഇല്ലേ. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ, ഞാൻ കുഞ്ഞുള്ളപ്പം കുഞ്ഞിനെ ശ്രദ്ധിക്കാതെ ഇതൊക്കെ ചെയ്തു എന്ന് ആളുകൾ ബ്ലെയിം ചെയ്യാം. അങ്ങനത്തെ ഒരുപാട് ചിന്തകൾ ഉള്ള ആളുകൾ ഉണ്ടാവും. സോ വോട്ട് യു വാണ്ട് ടു ഷെയർ ടു ദം, ലൈക്ക് അവരോടൊക്കെ ജാസ്മിന്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയാനുള്ള കാര്യം എന്താണ്? കുഞ്ഞിനെ നോക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും കുഞ്ഞിനെ തന്നെയാണ് നോക്കുന്നത്. കാരണം ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഇവര് പെട്ടെന്ന് വളർന്നു പോകും. അപ്പോ തീർച്ചയായിട്ടും ആ ഒരു മൊമെന്റിൽ ഫുൾ സോക്കിങ് ചെയ്ത് തന്നെയാണ് നിൽക്കുന്നത്. കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന ഒരു സമയത്താണ് ഞാൻ വീഡിയോ റെക്കോർഡിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ശരിയാണ്, കുറച്ച് നമ്മൾ സ്ലീപ്പൊക്കെ ഫൈറ്റ് ചെയ്യേണ്ടി വരും. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും ഉറക്കമൊന്നും കിട്ടിയെന്ന് വരില്ല. പക്ഷേ നമ്മൾക്ക് ഇങ്ങനെ കുറെ പേരൻസ് കുഞ്ഞുമക്കളുടെ വീഡിയോസ് ഒക്കെ അയച്ചു തന്നു കഴിയുമ്പോൾ ഒരിക്കലും നമുക്ക് ഒരു ബ്രേക്ക് എടുക്കാം അല്ലെങ്കിൽ പിന്നീടേക്ക് ചെയ്യാം എന്നൊരിക്കലും തോന്നില്ല. അവരുടെ വീഡിയോസ് റെസ്പോൺസസ് ആണ് നമ്മളുടെ എനർജി ബൂസ്റ്റ്. സോ എങ്ങനെയുണ്ട് ജാസ്മിന്റെ ഫാമിലി, ലൈക്ക് ഹസ്ബൻഡ്, വീട്ടില് പേരൻസ്, ഇൻലോസ് ഒക്കെ എല്ലാവരും എന്ത് പറഞ്ഞു ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴേക്ക്? അവരാണ് ഏറ്റവും വലിയ സപ്പോർട്ട്. ഒരു വീഡിയോ റിലീസ് ആവുന്നതിന് മുന്നേ തന്നെ പ്രീമിയർ ചെയ്യുമ്പോൾ ഇങ്ങനെ അവർ പറയും, ഓക്കെ ഇത് നല്ലൊരു പോർഷനാണ്. അത് കഴിഞ്ഞ് അവരെന്നെ എനിക്ക് ഐഡിയാസ് തരും, ഇങ്ങനെ ചെയ്യാം. ഇപ്പോൾ എനിക്ക് അമ്മയായിരുന്നു പറഞ്ഞിരുന്നത്, എന്റെ മോൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഉള്ളൊരു ഇതാണ് ഈ കുക്കറിന്റെ വിസിൽ സൗണ്ട് കേൾക്കുമ്പോൾ പേടി തോന്നുന്നത് എല്ലാ കുഞ്ഞുമക്കൾക്കും ഉള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇൻലോസ് ആണെങ്കിലും നാട്ടിലുള്ള കുഞ്ഞുമക്കളിൽ കാണുന്ന കുറെ കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരിപ്പോ ബാക്കിയുള്ള ഗ്രാൻഡ് കിഡ്സിനെയൊക്കെ നോക്കുന്നുണ്ടല്ലോ, അപ്പോൾ അവരിൽ നിന്നൊക്കെയുള്ള ഒബ്സർവേഷൻസ് ഇങ്ങനെ ഷെയർ ചെയ്യണം. അപ്പൊ അതൊക്കെ എനിക്ക് വളരെ ഹെൽപ്ഫുൾ ആണ് ഈ ഒരു ചാനൽ കോണ്ടന്റിന് വേണ്ടിയിട്ട്. സോ വേറെയും കുറെ എഡ്യൂക്കേഷണൽ ചാനൽസ് നമുക്കുണ്ട്, നമുക്ക് അറിയാവുന്നതാണ്. പക്ഷേ ബൈലിംഗ്വലിൽ അധികം വരുന്നത് വളരെ കുറവാണ്. എൻ്റെ അതിൽ ഏറ്റവും സന്തോഷം എനിക്ക് തോന്നിയത് ഫോർ യുവർ ആക്സെന്റ്, ബിക്കോസ് യു ആർ ഇൻ US, കുറച്ചും കൂടെ കാര്യങ്ങളെ കൃത്യമായി പ്രൊനൗൺസ് ചെയ്യാനും ഒക്കെ എനിക്ക് തോന്നുന്നു കുറേയും കൂടെ ജാസ്മിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. സോ മലയാളവും ഇംഗ്ലീഷും ഒരേപോലെ എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് കുറച്ചും കൂടെ റൈറ്റ് വേയിൽ കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? താങ്ക് യു ബോബി അത് കൊണ്ടുവന്നതിന്. കാരണം ഒരുപാട് ചാനൽസ് ഉണ്ട്. ശരിയാണ്, നമ്മള് മലയാളത്തിൽ തന്നെ നോക്കുമ്പോൾ ഒരുപാട് ചാനൽസ് ഉണ്ട് കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഇതൊന്നും ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിരുന്നില്ല. കുറെ ചാനൽസിലുള്ള കാര്യങ്ങളൊന്നും എന്റെ കുഞ്ഞുമക്കൾക്ക് ഉൾക്കൊള്ളാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു ചാനൽ തന്നെ ചെയ്തത്. പിന്നെ
ലാംഗ്വേജ് അഗെയിൻ അതാണ് നമ്മളുടെ മെയിൻ ഇന്റൻഷൻ ഈ ഒരു ചാനലിന്റെ പിന്നിൽ. പിള്ളേർ വളരെ ഫ്ലുവന്റ് ആയിട്ട് 2 ലാംഗ്വേജസും സംസാരിക്കണം. ഇപ്പൊ പുറത്ത് താമസിക്കുന്ന പുറത്തുള്ള കുട്ടികൾക്കാണെങ്കിൽ ഒരു പക്ഷേ ഇംഗ്ലീഷ് വളരെ ഫ്ലുവന്റ് ആയിരിക്കും, മലയാളത്തിൽ സംസാരിക്കുമ്പോൾ ചെറിയൊരു ചൊവ്വ അല്ലെങ്കിൽ ഇങ്ങനെ അരിയില്ല എന്നൊക്കെ പറയാം, അങ്ങനത്തെ ഒരു രീതിയിൽ. പക്ഷെ നമ്മൾ അക്ഷരസ്ഫുടതയോടുകൂടി തന്നെ മലയാളം സംസാരിക്കണം, അതേസമയം ഇംഗ്ലീഷും എഫേർട്ട്ലെസ്ലി സ്വിച്ച് ചെയ്യണം, അവർക്ക് ആ ഒരു ആക്സെന്റ് ഉണ്ടാവണം എന്നൊക്കെയാണ് എന്റെ ഒരു മെയിൻ ഗോൾ ഈ ഒരു ചാനലിന്റെ പിന്നില്. പക്ഷെ അതൊരിക്കലും ഒരു എന്താ പറയാ ഒരു പാഠം പഠിപ്പിക്കുന്ന പോലെയായിരിക്കും. വളരെ ഫൺ ഇന്ററാക്റ്റീവ് രീതിയിൽ അവരുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരെന്നെ അറിയാണ്ട് അവർ ലാംഗ്വേജ് പഠിക്കുകയാണ്. അതായിരുന്നു ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ചാനലിലൂടെ. ആൻഡ് കിട്ടിയ ഏതെങ്കിലും ഒരു ഫീഡ്ബാക്ക് ജാസ്മിന് ഭയങ്കരമായിട്ട് ചെയ്ത കാര്യം ശരിയായിരുന്നു, മൈ വേ ഈസ് റൈറ്റ്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന റൈറ്റ് തിങ് ആണെന്ന് തോന്നിച്ച ഒരു ഫീഡ്ബാക്ക് ഓർമ്മയുണ്ടോ? എനിക്ക് വളരെ റീസെന്റ് ഒരു പേരന്റ് മെസ്സേജ് അയച്ച് പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ മോളെ ഈ കിൻഡർ ഗാർഡനിൽ ജോയിൻ ചെയ്യാൻ മുന്നേ അസസ്മെന്റ് ഉണ്ടാവുമല്ലോ സ്കൂളിൽ നിന്ന്, ആ ഒരു അസസ്മെന്റ് ആ കുട്ടി പാസ്സായത് ഈ ചാനൽ കണ്ടിട്ടാണ് എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം, സർപ്രൈസും തോന്നി. അയ്യോ, ഇങ്ങനെയും കുഞ്ഞു മക്കൾക്ക് ഇത് ഹെൽപ്ഫുൾ ആണല്ലോ. അതായത് ആ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞത് കളേഴ്സും ആനിമൽസിനെ കുറിച്ചൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ കൊച്ചിന് അതൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി, താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് മെസ്സേജ് ചെയ്തത്. അപ്പോൾ ആ ഒരു ഓഡിയോ കേൾക്കുമ്പോൾ തന്നെ അവരുടെ സന്തോഷം നമുക്ക് ഫീൽ ആവും. നമ്മളുടെ കുഞ്ഞു മക്കള് സക്സീഡ് ചെയ്യണ പോലെ തന്നെ നമുക്ക് തോന്നും. അപ്പോൾ അതാണ് എനിക്ക് തോന്നുന്നത് വളരെ റീസെന്റ് ആയിട്ട് വന്നതില് ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നിയൊരു റെസ്പോൺസ്. അല്ല, അത് ഒരുപാട് പേർക്ക് ബേസ് എപ്പോഴും നമ്മൾ പറയില്ല, കുഞ്ഞുങ്ങളുടെ ബേസ് പെർഫെക്റ്റ് ആവുകയാണെങ്കിൽ പിന്നെ അങ്ങോട്ട് ബിൽഡ് ചെയ്യാൻ വിൽ ബി ഈസി. ഇപ്പൊ ChatGPTയിലും ഗൂഗിളിലും ഒക്കെ കുട്ടികളുടെ ഒരു എഡ്യൂക്കേഷൻ ചാനൽ ഇൻ ബൈലിംഗ്വൽ അടിച്ചു കഴിഞ്ഞാൽ മലയാളി മദാമയാ വരുന്നത് അല്ലേ? അതെ അതെ, ആ ഒരു ലെവലിലേക്ക് എല്ലാവരും ഇപ്പൊ ഇതൊന്നും അറിയാത്തൊരു പേരന്റ് ആണെങ്കിൽ എല്ലാവരും ഇപ്പൊ ഉടനെ തന്നെ നോക്കുന്നത് ChatGPTയിലൊക്കെ ആണല്ലോ. അപ്പൊ നോക്കുമ്പോൾ ഇങ്ങനൊരു ചാനൽ വരുന്നുണ്ട് വളരെ നല്ല കാര്യമാണ്. കാരണം അങ്ങനെയും അവർക്ക് പെട്ടെന്ന് ചാനലിലോട്ട് എത്താൻ പറ്റുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ സന്തോഷമുണ്ട്. ആൻഡ് ഇതുവരെ മലയാളി മദാമ ഇങ്ങനൊരു ട്യൂട്ടോറിയൽ ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനൊരു ചാനൽ ഉണ്ട് എന്ന് അറിയാത്ത ഒരു പേരന്റ് ഇപ്പൊ കേൾക്കുന്നുണ്ടെങ്കിൽ എന്താണ് ജാസ്മിന് പറയാനുള്ളത്, ഒരു മലയാളി മദാമയ്ക്ക് പറയാനുള്ളത്? ഈ ഒരു ചാനലിന് കൂടുതൽ പേരൻസിലോട്ട് എത്തണം എന്ന് തന്നെയാണ് ആഗ്രഹം. ഉറപ്പായിട്ടും ഇപ്പോഴും എനിക്ക് പേരൻസ് ഉണ്ട് ഇങ്ങനൊരു ചാനലുള്ളത് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോ ഒരിക്കൽ കൂടി താങ്ക് യു ബോബി, ഇങ്ങനൊരു പ്ലാറ്റ്ഫോം തന്നെ തന്നത്. കാരണം ഈ കേൾക്കുന്നത് ഒരു പേരന്റ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു കുഞ്ഞു കൊച്ചു ഉള്ള ഒരു പേരന്റിനെ അറിയുന്ന ആരെങ്കിലും ആയിരിക്കാം. മലയാളി മദാമ ചാനൽ എന്ന് പറയുന്നത് ഈ ഒരു ചെറിയൊരു ഏജ് ഗ്രൂപ്പാണ്. അതായത് ചാരി ഇരിക്കുന്ന ഒരു പ്രായം തൊട്ട്, അതായത് ഒരു 4, 5, 6 മാസം തൊട്ട് KG പോകുന്ന വരെയുള്ള കുട്ടികൾക്ക് വളരെ എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു ചാനലാണ്. അത് 2 ലാംഗ്വേജസും ഫോക്കസ് ചെയ്തുകൊണ്ട്, ഇംഗ്ലീഷും മലയാളം. ഒരിക്കലും ഒരു പേരന്റ് ഈ ചാനൽ ഇനി എന്താണ് പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്, എന്റെ കൊച്ചിന് കാണാൻ പാടില്ലാത്തത് എന്തെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ച് റിമോട്ടും പിടിച്ച് അവിടെ സൈഡിൽ ഒരിക്കലും നിൽക്കേണ്ടി വരില്ല. വളരെ സേഫ് ആയിട്ടും എഡ്യൂക്കേഷണൽ ആയിട്ടും അവർക്ക് അറിയേണ്ട എല്ലാ കാര്യങ്ങളും അവരെ പഠിപ്പിച്ച് ലോകത്തിലേക്ക് വളരെ എക്വിപ്ഡ് ആയിട്ടും പ്രിപ്പയർഡ് ആയിട്ടും കൊണ്ടുവരുന്ന ഒരു ചാനലായിരിക്കും ഇത്. ഉറപ്പായിട്ടും എല്ലാ പിള്ളേർക്കും ഇത് വെച്ചു കൊടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു വെച്ചു കൊടുക്കും എന്നാണ് എൻ്റെ ഒരു ഞാൻ കരുതുന്നത്. യൂട്യൂബിലും യൂട്യൂബ് കിഡ്സിലും ഇത് അവൈലബിൾ ആണ്, മലയാളി മദാമ. സോ US-ലുള്ള ഒരു അമ്മ 2 കുഞ്ഞുങ്ങളുടെ അമ്മ, ഒരാൾക്ക് 5 മാസം ഒരാൾക്ക് 3 വയസ്സ്. ആൻഡ് ഇത് തന്നെയല്ലേ ജാസ്മിൻ, വേറെ വർക്ക് ചെയ്യുന്നില്ലല്ലോ അല്ലെ? ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നില്ല, കാരണം ഞാൻ മെറ്റേണിറ്റി ലീവിലാണ്. പക്ഷെ അത് കൂടാണ്ട് എനിക്ക് വർക്കും ഉണ്ട്. ഞാൻ ഇവിടെ ഒരു ഫിനാൻഷ്യൽ ഫേമിൽ വർക്ക് ചെയ്യാണ്. അപ്പോ ഇപ്പൊ മെറ്റേണിറ്റി ലീവ് ആയതിന്റെ പേരിൽ എനിക്ക് കുറച്ചും കൂടിയും ഫ്ലെക്സിബിലിറ്റി ഉണ്ട് ഈ ഒരു ചാനൽ ഫോക്കസ് ചെയ്യാനും എല്ലാ കാര്യങ്ങൾക്കും. പക്ഷേ എനിക്ക് സൈഡിൽ ഇത് ഞാനൊരു സൈഡായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണെങ്കിലും ഈ ഒരു ഓവർവെൽമിംഗ് റെസ്പോൺസ് കാരണം ഞാനിതൊരു ഫുൾ ടൈം ആയിട്ട് ഞാൻ പൊസിഷൻ ചെയ്യാനാണ് പ്ലാൻ. സോ മിക്കവാറും ഫിനാൻഷ്യൽ കമ്പനിയിൽ നിന്ന് ചിലപ്പം ടാറ്റ പറയാൻ സമയമായപ്പോ വളരെ സന്തോഷത്തോടെ, കാരണം ഇത്രയും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ തന്നെ ഒരിക്കലും ഞാൻ കരുതിയില്ല. ഓക്കെ, ഞാൻ ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് ഞാൻ വരും, അല്ലെങ്കിൽ ഇങ്ങനെ കുഞ്ഞുമക്കളെ പഠിപ്പിക്കുമ്പോൾ ഇത്രയും എന്താ പറയാ ഇത്രയും നല്ല റെസ്പോൺസസ് കിട്ടും, ഇത്രയും പേരൻസ് ഇത്രയും നല്ല ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള പേരൻസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. അപ്പോ ഞാനതൊരു വിൻ ആയിട്ടാണ് എടുക്കുന്നത്. Definitely. And who is helping you with the editing and mixing and all? You doing it yourself or ആരെങ്കിലും ഹെൽപ്പിനുണ്ടോ?
ഞാൻ തന്നെയാണ് എഡിറ്റിങ്ങും സ്ക്രിപ്റ്റിംഗ്, എഡിറ്റിംഗ്, റെക്കോർഡിംഗ്, സോങ് ആക്കണതാണെങ്കിലും എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് എൻ്റെ ഹസ്ബൻഡിന്റെ ഹെൽപ്പ് ഉണ്ട് കേട്ടോ. അതില്ലാതെ ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ആളാണ് ഇതിന്റെ ബാക്ക് ബോൺ. എല്ലാവരും എന്നെ ചാനലിലാണ് കാണുന്നതെങ്കിലും ആളുടെ കുറെ ഫീഡ്ബാക്സ് വരും, കുറെ ക്രിറ്റിസിസംസും, ഹെൽത്തി ക്രിറ്റിസിസംസ് വരും. അപ്പോൾ അതൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ചാനൽ ഇംപ്രൂവ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. നൈസ്. അപ്പൊ എന്തായാലും ജാസ്മിൻ അല്ല, മലയാളി മദാമയായിട്ടാണ് എല്ലാവർക്കും അറിയാവുന്നത്. ആൻഡ് ഐ ഹോപ്പ് നാട്ടിൽ എപ്പോഴെങ്കിലും വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു കുറെ പേരെ ഇനി നേരിട്ട് കാണാനൊക്കെ ജാസ്മിന് ഒരു അവസരം കിട്ടും. മേ ബി യുവർ സ്റ്റുഡൻസ്. ഉറപ്പായിട്ടും ഞാൻ ഇവിടെ ആയതിന്റെ പേരിൽ അതൊരു വലിയൊരു ലിമിറ്റേഷൻ ആണ്. ഞാൻ നാട്ടിൽ വരുമ്പോ അത് അഗെയിൻ നമ്മളുടെ ഒരു പൈപ്പ് ലൈനിലുള്ള ഒരു ഫ്യൂച്ചർ പ്രോജക്റ്റ് ആണ്. നാട്ടിലേക്ക് വരുമ്പോ ഒരു മീറ്റ് ആൻഡ് ഗ്രീറ്റ്. കാരണം ഒരുപാട് പേരൻസ് ആയി മെസ്സേജ് ചോദിക്കണേ, എപ്പോഴാണ് കാണാൻ പറ്റുക, എപ്പോഴാണ് നാട്ടിലേക്ക് വരുന്നത്, എന്റെ കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേരൻസ് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, കുഞ്ഞു മക്കളുടെ ഓഡിയോസ് അയക്കാറുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും എനിക്ക് എല്ലാവരെയും നേരിട്ട് കാണണമെന്നുണ്ട്. ആൻഡ് അവരുടെ റെസ്പോൺസ് എങ്ങനെയായിരിക്കും എനിക്ക് അറിഞ്ഞൂടാ. കാരണം സ്ക്രീനിൽ നിന്ന് പുറത്ത് ഇൻ പേഴ്സൺ കാണുമ്പോൾ എങ്ങനെയായിരിക്കും. പക്ഷേ സൂപ്പർ എക്സൈറ്റഡ് ആൻഡ് റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. ആൻഡ് താങ്ക് യു സോ മച്ച്. നമ്മളിത് ഒരുപാട് ആഴ്ചകൾ അല്ലെങ്കിൽ ദിവസങ്ങളായി ട്രൈ ചെയ്യുന്നു ടു ഗെറ്റ് കണക്റ്റഡ് ആൻഡ് ഇങ്ങനെ ഒരു സെഷന് വേണ്ടിയിട്ട് ഫൈനലി സംഭവിച്ചതിൽ വളരെ സന്തോഷം. ബോബി, ഞാൻ പറയുമ്പോൾ എല്ലാം പറയണല്ലോ ബോബിയുടെ ഡെഡിക്കേഷൻ. കാരണം നമ്മള് ഇങ്ങനെ ഒരു കോൺവെർസേഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ കുറെ ബുദ്ധിമുട്ടിയെന്ന് എനിക്കറിയാം. നമ്മളുടെ കോൾസ് ഒന്നും നേരത്തെ നടക്കുന്നുണ്ടായിരുന്നില്ല, കോൾസ് എല്ലാം ഡ്രോപ്പ് ആയി പോയെന്ന്. അപ്പൊ ഈ കണക്ഷൻ ഇഷ്യൂസ് എല്ലാം ഉണ്ടെങ്കിൽ കൂടിയും അതെല്ലാം ഓവർകം ചെയ്ത് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ആൻഡ് ഓപ്പർച്യൂണിറ്റി എനിക്ക് തന്നതിന് ഒരുപാട് നന്ദി. ഇനി ഫ്യൂച്ചർ പ്രോജക്ട്സും എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഉറപ്പായിട്ടും ഞാൻ ബോബിനെ തന്നെ അപ്രോച്ച് ചെയ്യും. സോ നമുക്ക് എല്ലാ പേരൻസിനും ഇത് റീച്ച് ഔട്ട് ചെയ്യാൻ സൗകര്യപ്പെട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച്. Definitely. Any help from our side, always welcome. So thank you Malayali Madama. And before we saying tata bye bye, Jasmine Malayali Madama രീതിയിൽ തന്നെ ഇത് വൈൻഡ് അപ്പ് ചെയ്തോളൂ. അതായിരിക്കും അതിന്റെ ബ്യൂട്ടി. താങ്ക് യു ബോബി, താങ്ക് യു വൺസ് അഗൈൻ. ഇനിയും വീഡിയോസ് കാണാൻ പപ്പയോടും അമ്മയോടും എന്താ പറയാ, പ്ലേ മലയാളി